ഏകദേശം 3200 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് BC 1111-ൽ പുരാതന ഈജിപ്ത് അതിന്റെ പ്രതാപത്തിന്റെ അവസാന നാളുകളിലൂടെ കടന്നുപോവുകയായിരുന്നു. ഫറവോ റാംസേസ് ഒമ്പതാമന്റെ ഭരണകാലം. നൈൽ നദിയുടെ ഇരുകരകളിലും വ്യാപിച്ചുകിടക്കുന്ന തീബ്സ് നഗരം പകൽ സമയത്ത് തിരക്കേറിയതും സമ്പന്നവുമായിരുന്നു. എന്നാൽ രാത്രിയുടെ നിശബ്ദതയിൽ നൈൽ നദിയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ശ്മശാന നഗരത്തിൽ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ട ആ വൻ കവർച്ചയുടെ കഥയാണിത്. ഇത് വെറുമൊരു മോഷണമല്ല. ദൈവങ്ങളായി ആരാധിക്കപ്പെട്ടിരുന്ന രാജാക്കന്മാരുടെ മൃതദേഹങ്ങളെ അപമാനിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിൽ അവർ കൊണ്ടുപോയ സ്വർണവും രത്നങ്ങളും പിടിച്ചുപറിച്ച 8 പേരുടെ കഥയാണ്. അക്കാലത്ത് ഈജിപ്ത് വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. പട്ടിണിയും വിലക്കയറ്റവും ജനങ്ങളെ വലച്ചു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം പോലും കൃത്യമായി നൽകാൻ ഫറവോയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ ദാരിദ്ര്യമാണ് പവിത്രമായി കരുതപ്പെട്ടിരുന്ന ശവകുടീരങ്ങളിലേക്ക് കൈനീട്ടാൻ ചിലരെ പ്രേരിപ്പിച്ചത്. ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നത് മരിച്ചവർക്ക് അവരുടെ സ്വർണവും ഭക്ഷണവും അടുത്ത ജീവിതത്തിൽ ആവശ്യമാണെന്നാണ്. അതുകൊണ്ടുതന്നെ വാലി ഓഫ് ദ കിങ്സ് എന്നറിയപ്പെടുന്ന താഴ്വരയിലെ ഓരോ കല്ലറയ്ക്കുള്ളിലും ടൺ കണക്കിന് സ്വർണവും അമൂല്യ വസ്തുക്കളും നിക്ഷേപിക്കപ്പെട്ടിരുന്നു. ഇത് സംരക്ഷിക്കാൻ കാവൽക്കാരുണ്ടായിരുന്നെങ്കിലും ദാരിദ്ര്യം അവരെയും അഴിമതിക്കാരാക്കി. ഈ കഥയിലെ പ്രധാന വില്ലൻ ആമൻ പാനുഫർ എന്ന കൽപ്പണിക്കാരനായിരുന്നു. രാജകീയ ശവകുടീരങ്ങളുടെ നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള അവന് കല്ലറകളുടെ ഓരോ രഹസ്യവഴികളും അറിയാമായിരുന്നു. അവൻ തന്റെ കൂടെ 7 പേരെ കൂടി കൂട്ടി. ഇതിൽ 2 തോണിക്കാരും ഒരു കർഷകനും ഉൾപ്പെട്ടിരുന്നു. അവർ തിരഞ്ഞെടുത്തത് ഫറവോ സൊബേകെംസാഫ് രണ്ടാമന്റെയും അദ്ദേഹത്തിന്റെ രാജ്ഞിയായ നുബേഖാസിന്റെയും ശവകുടീരമായിരുന്നു. ഒരു രാത്രിയിൽ കനത്ത ഇരുട്ടിന്റെ മറവിൽ അവർ ആ കുന്നിൻ ചെരുവിലെത്തി. കയ്യിൽ ചെമ്പുകൊണ്ടുള്ള ആയുധങ്ങളും ഉളികളുമുണ്ടായിരുന്നു. ആമൻ പാനുഫറുടെ പ്ലാൻ കൃത്യമായിരുന്നു. മുൻവാതിൽ വഴി പോയാൽ കാവൽക്കാർ പിടിക്കും. അതുകൊണ്ടവർ കല്ലറയുടെ പിൻഭാഗത്തുകൂടി പാറ തുരക്കാൻ തുടങ്ങി. മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ അവർ ആ കല്ലറയുടെ ഉള്ളിലെത്തി. ഉള്ളിൽ പ്രവേശിച്ച് അവർ കണ്ട കാഴ്ച വർണ്ണനാതീതമായിരുന്നു. ചുമരുകളിൽ ദൈവങ്ങളുടെ ചിത്രങ്ങൾ, തറയിൽ സ്വർണ്ണാഭരണങ്ങൾ ചിതറിക്കിടക്കുന്നു. മധ്യഭാഗത്തായി രാജാവിന്റെയും രാജ്ഞിയുടെയും കൂറ്റൻ ശവപ്പെട്ടികൾ. അവർ ആ ശവപ്പെട്ടികൾ തല്ലി തകർത്തു. പിന്നീട് നടന്നത് അത്യന്തം ക്രൂരമായ പ്രവൃത്തികളായിരുന്നു. ഫറവോയുടെ മൃതദേഹത്തിൽ പൂശിയ സ്വർണ്ണപ്പാളികൾ അവർ ഓരോന്നായി ഇളക്കിയെടുത്തു. രാജാവിന്റെ കഴുത്തിലെ മാലകളും കൈകളിലെ വളകളും അവർ പിച്ചി ചീന്തി. രാജ്ഞിയുടെ മൃതദേഹവും അവർ ഇതേപോലെ അപമാനിച്ചു. അവരുടെ ആഭരണങ്ങളും സ്വർണ്ണക്കട്ടിലുകളും പാത്രങ്ങളും എല്ലാം അവർ കൈക്കലാക്കി. ഏകദേശം 32 കിലോയോളം സ്വർണമാണ് അന്നവർ കവർന്നത്. തെളിവ് നശിപ്പിക്കാനായി അവർ ആ ശവക്കല്ലിറക്കി തീയിട്ടു. സ്വർണവുമായി അവർ നൈൽ നദി മുറിച്ചുകടന്ന് സുരക്ഷിത സ്ഥാനത്തെത്തി. ഈ മോഷണം പിടിക്കപ്പെടാൻ അധികം സമയമെടുത്തില്ല. കവർച്ചക്കാരിൽ ഒരാളായ ആമൻ പാനുഫർ പിന്നീട് വിവരിച്ചതുപോലെ അവർ ആ സ്വർണം 8 പേരും തുല്യമായി വീതിച്ചെടുത്തു. പെട്ടെന്ന് പണക്കാരായ ഇവർ വിപണികളിൽ സ്വർണം ചിലവാക്കാൻ തുടങ്ങി. ഇത് തീബ്സിലെ കിഴക്കൻ മേയറായ പാസറുടെ ശ്രദ്ധയിൽപ്പെട്ടു. പാസറും പടിഞ്ഞാറൻ തീബ്സിന്റെ മേയറായ പാവരയും തമ്മിൽ വലിയ രാഷ്ട്രീയ ശത്രുതയിലായിരുന്നു. ശവകുടീരങ്ങൾ സംരക്ഷിക്കേണ്ട ചുമതല പാവരയ്ക്കായിരുന്നു. പാവരയെ കൊടുക്കാൻ വേണ്ടി പാസർ ഈ വിവരം രാജാവിന്റെ വസീറായ ഖായേം വാസിനെ അറിയിച്ചു. എന്നാൽ പാവര വളരെ തന്ത്രശാലിയായിരുന്നു. അന്വേഷണത്തിന് വന്ന ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും അദ്ദേഹം ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. ശവകുടീരങ്ങൾ പരിശോധിക്കാൻ പോയ കമ്മീഷൻ അംഗങ്ങളെ പാവര മുൻകൂട്ടി കണ്ട് അവർക്ക് കൈക്കൂലി നൽകി. അവർ രാജാവിനോട് റിപ്പോർട്ട് ചെയ്തത് ഒരു ശവകുടീരവും തകർക്കപ്പെട്ടില്ല എന്നാണ്. എന്നാൽ സത്യം അധികം നാൾ മറച്ചുപിടിക്കാൻ കഴിഞ്ഞില്ല. ആമൻ പാനുഫർ പിന്നീടൊരു കച്ചവടത്തിനിടെ ചില ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് പിടികൂടി. രാജകീയ വിചാരണയിൽ അവനെ ക്രൂരമായി മർദ്ദിച്ചു. ആ പീഡനങ്ങൾ സഹിക്കാവയ്യാതെ അവനെല്ലാം ഏറ്റുപറഞ്ഞു. തന്റെ കൂടെ മോഷണത്തിൽ പങ്കെടുത്തവരുടെ പേരും വിവരങ്ങളും അവൻ ഉദ്യോഗസ്ഥർക്ക് നൽകി. ഈ വിചാരണയുടെ ഓരോ നിമിഷവും അക്കാലത്തെ എഴുത്തുകാർ പാപ്പിറസ് ചുരുളുകളിൽ രേഖപ്പെടുത്തി വച്ചിരുന്നു. ഞങ്ങൾ ആ കല്ലറ തുരന്നു, ഞങ്ങൾ രാജാവിനെ സ്പർശിച്ചു, സ്വർണമെടുത്തു, തീയിട്ടു. ഇതാണ് ആമൻ പാനുഫറുടെ മൊഴിയായി ഇന്നും ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ അബോട്ട് പാപ്പിറസ് എന്ന രേഖയിലുള്ളത്. പുരാതന ഈജിപ്തിൽ രാജാവിന്റെ ശവകുടീരം കൊള്ളയടിക്കുന്നത് ദൈവനിന്ദയായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. പിടിക്കപ്പെട്ട കവർച്ചക്കാർക്ക് ലഭിച്ചത് അതിക്രൂരമായ ശിക്ഷകളായിരുന്നു. അവരെ ചതച്ചരച്ചും കുന്തത്തിൽ കോർത്തും മരണത്തിന് വിട്ടുകൊടുത്തു. ഈ കേസ് ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി പുറത്തുകൊണ്ടുവന്നു. ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഈ കവർച്ചയിൽ പങ്കാളികളാണെന്ന് തെളിഞ്ഞു. ഇതിനുശേഷം റാംസേസ് രാജാക്കന്മാരുടെ കാലം അവസാനിച്ചു. പുരോഹിതന്മാർക്ക് മറ്റൊരു കാര്യം മനസ്സിലായി. ഇനി ഈ താഴ്വരയിൽ ഒരു രാജാവിനും ശാന്തിമായി ഉറങ്ങാൻ കഴിയില്ല.
അവർ അവിടെയുള്ള മറ്റു രാജാക്കന്മാരുടെ മൃതദേഹങ്ങൾ, ഉദാഹരണത്തിന് റാംസേസ് രണ്ടാമൻ അടക്കം, അവിടെ നിന്ന് രഹസ്യമായി മാറ്റി മറ്റൊരു ഗുഹയിൽ ഒളിപ്പിച്ചു. 1881-ലാണ് ഗവേഷകർ ആ രഹസ്യഗുഹ കണ്ടെത്തുന്നത്. ആമൻ പാനുഫറും കൂട്ടരും അന്ന് ചെയ്തത് ഒരു വലിയ ക്രൈമാണെങ്കിലും വിരോധാഭാസമെന്ന് പറയട്ടെ, അവരുടെ ആ പ്രവൃത്തിയാണ് ഈജിപ്തിലെ പല രഹസ്യങ്ങളും ഇന്ന് നമുക്ക് മുന്നിലെത്തിച്ചത്. ആ കവർച്ചയ്ക്കുണ്ടായ അന്വേഷണ റിപ്പോർട്ടുകൾ മൂലമാണ് അന്നത്തെ ഭരണസംവിധാനത്തെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും നമുക്ക് കൃത്യമായി പഠിക്കാൻ കഴിഞ്ഞത്. ചരിത്രത്തിലെ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ ഈ വൻ കവർച്ച ഇന്നും കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഒരു വിസ്മയമായി തുടരുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ഒരു ലൈക്കും ഷെയറും തരുമെന്ന് ഞാൻ കരുതുന്നു. കൂടാതെ ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ. നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ ഒരിക്കൽ ഉപകാരപ്പെടും. നന്ദി.